കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദിന്റെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ നാളത്തെ പ്രമോ വിശേഷത്തെ നമ്മൾ കാണാൻ പോകുന്ന ചെമ്പശ്ശേരി തറവാട്ടിലേക്ക് ഗോവിന്ദ് എത്തുവാണ്. പിന്നീട് കുറച്ച് വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഗീതുവിന്റെ തന്ത്രപരമായ നീക്കം കൊണ്ട് അങ്ങനെയെല്ലാം ഒന്ന് ശാന്തമാകണം. അപ്പൊ അതിന്റെ നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടത് ഗീതു ഒരു വമ്പം പ്ലാൻ തന്നെ തയ്യാറാക്കുന്നുണ്ടായിരുന്നു രഞ്ജുവിനെ വെച്ചിട്ട്. അപ്പൊ ചെമ്പശ്ശേരി തറവാട്ടിലേക്ക് കണ്ണേട്ടനെ എങ്ങനെയും കൊണ്ടുവരണം, അതിനു വേണ്ടിയുള്ള പ്ലാനൊക്കെയാണ് തയ്യാറാക്കിയത്. അവസാനം ചെമ്പശ്ശേരി തറവാട്ടിലേക്ക് വരാനുള്ള ലൊക്കേഷൻ മാപ്പൊക്കെ രഞ്ജു ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ആദ്യം ഗോവിന്ദന് മനസ്സിലായില്ല എന്താന്ന്. ഗോവിന്ദ നോക്കി നേരെ വരുമ്പോൾ ചെമ്പശ്ശേരിയിലേക്ക് വരുന്നത്. ഈ സമയത്ത് ഗീതു അവിടെ നിന്ന് മാറി എന്നിട്ടുണ്ടായിരുന്നു. ഒരു കാരണവശാലും താൻ ഇവിടെ കാണരുത്, തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഗോവിന്ദയുടെ തന്നെ തെറ്റിയിരിക്കും, ഇവരെ ഒന്നിപ്പിക്കാനായിട്ട് താൻ ശ്രമിക്കുകയെന്ന് ചിലപ്പോൾ തോന്നും. അതൊരു കാരണവശാലും ആ തോന്നല് പാടില്ലെന്ന് കരുതി ഗീതു അവിടെ നിന്ന് മാറി നിൽക്കുക. അങ്ങനെ ചെമ്പശ്ശേരി തറവാണ്ട് മുന്നിലെത്തി കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദൻ ആ സത്യം മനസ്സിലായി. ഒരുപക്ഷെ രഞ്ജു ഇവിടെയാണോ ഉള്ളത്, ഗീതു രഞ്ജുന് ഇവിടെയാണോ കൊണ്ടേ ആക്കിയേക്കുന്നത്, ആ ഒരു ചിന്ത ഉണ്ടാവുന്നത്. പെട്ടെന്നാണ് അങ്ങോട്ട് രഞ്ജു ഇറങ്ങി വരുന്നുണ്ട്. രഞ്ജുവിനെ കണ്ടതും ഗോവിന്ദന് വല്ലാത്തൊരു ഷോക്കായിപ്പോയി. പെട്ടെന്ന് തന്നെ പോയി രഞ്ജുവിന്റെ കയ്യെ പിടിച്ച് വലിച്ചിട്ട് ചോദിച്ചു. ഈ സമയം വിജയലക്ഷ്മി അകത്തായിരുന്നു. വിജയലക്ഷ്മി പുറത്തേക്ക് വന്നേയില്ല. രഞ്ജു, നീ എന്താ ഇവിടെ? നീ ഇവിടെ വന്നാണോ താമസിച്ചേ? നിന്നെ ആരെ ഇങ്ങോട്ട് കൊണ്ടുവന്നേന്ന് ചോദിക്കണം. അല്ല, അത് പിന്നെ നിന്നെ ഗീതു ആണോ ഇങ്ങോട്ട് കൊണ്ടുവന്നേന്ന് ചോദിക്കണം. അതെ ഗീതു, നിന്നോട് ആരാ പറഞ്ഞ് ഇങ്ങോട്ട് വരാനായിട്ട്? ഇവിടെ വന്ന് താമസിക്കാൻ ഞാൻ പറഞ്ഞോ? എന്ത് ധൈര്യത്തിലാണ് നീ ഇവിടെ വന്ന് താമസിക്കുന്ന? അത് ഈ സ്ത്രീയുടെ അടുത്ത്. അല്ല ഗോവിന്ദേട്ടാ, ഞാൻ വേറെ ആരുടെ അടുത്തല്ലോ, ഞാൻ അമ്മയുടെ അടുത്തല്ലേന്ന് ചോദിക്കണം. അമ്മയുടെ അടുത്തോ? ഏതമ്മ? അത് നിന്റെ അമ്മയാണോന്ന് ചോദിക്കണം. ആ സ്ത്രീയെ എന്നു മുതല നീ അമ്മയെന്ന് വിളിക്കാൻ തുടങ്ങിയത്? ഇത്രയും നാളെ നീ അങ്ങനെ അല്ലായിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നേ. രഞ്ജു പെട്ടെന്ന് പെട്ടുപോയി. അറിയാതെ നാവി വന്നു പോയതാണ്. രഞ്ജു പറഞ്ഞു, ഗോവിന്ദേട്ട ബാ, ഒന്ന് കേറി പോയിട്ട്. എങ്ങോട്ട് കയറിപ്പാനായിട്ട്? ഒരു കാരണവശാലും ഞാൻ അങ്ങോട്ട് വരത്തില്ല, ഇങ്ങോട്ട് വാ, മര്യാദയ്ക്ക് വരാൻ പറയാണ്. ഈ സമയത്ത് ഗീതു അകത്ത് നിന്നിട്ട് പറഞ്ഞു, പ്രശ്നമായെന്നാ തോന്നുന്നേ. ദേ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് പോകുന്നുണ്ട്. ഒരു പക്ഷെ മിക്കവാറും ഈ പോക്കങ്ങ് ഉണ്ടാനായിട്ട് പോകുന്ന പോക്കാന്ന് തോന്നേ. അമ്മ എന്തേലും ചെയ്തില്ലെങ്കിൽ രഞ്ജുനെ കൊണ്ട് ഇപ്പൊ തന്നെ ഗോവിന്ദേട്ടൻ പോവും. അമ്മ എന്തേലും ചെയ്യാൻ പറയണം. ജനലിൽ കൂടെ ഇത് കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു വിജയലക്ഷ്മി ഗീതും കൂടെ. പെട്ടെന്ന് വിജയലക്ഷ്മി അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ്. ഇറങ്ങി ചെന്നിട്ട് വിളിച്ചു, അതെ അവിടെ നിന്നേന്ന് പറയണം. പെട്ടെന്ന് ഗോവിന്ദ് ഒരു നിമിഷം നിന്നു. അതെ അതെ എന്റെ മകളാ അത്, അവളെ പിടിച്ചോണ്ട് വന്ന് നിനക്ക് എന്താ അധികാരം എന്ന് ഗോവിന്ദനോട് ചോദിക്കണം. ഒരു നിമിഷം ഗോവിന്ദ് ഞെട്ടിത്തെരിച്ച് നോക്കുവാണ്. ഇതെന്താ പറഞ്ഞത് അർത്ഥത്തില്? എന്താ നിങ്ങൾ പറഞ്ഞേ? അത് എന്റെ മകളാണ്, എന്റെ അനുമതി ഇല്ലാതെ അവളെ ഇവിടുന്ന് പിടിച്ചോണ്ട് പോകാൻ പറ്റില്ലെന്ന് പറയണം. പെട്ടെന്ന് ഗോവിന്ദ് നിങ്ങൾ തിരിഞ്ഞു വന്നു. നിങ്ങളുടെ അനുമതിയോ? അതിന് നിങ്ങളുടെ അനുമതിയുടെ ആവശ്യമൊന്നുമില്ല. ഇവൾ എന്റെ പെങ്ങളാണ്. ഇവളെ ഞാൻ വിളിച്ചാൽ ഇവൾ എന്റെ കൂടെ ഉറപ്പായിട്ടും വരും. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ വാചകമൊന്നും എടുക്കണ്ട. ഇവളെയും കൊണ്ട് ഞാൻ പോകുമെന്ന് പറയണം. അങ്ങനെ ഈ ചെമ്പശ്ശേരി തറവാട്ടിൽ നിന്ന് അവളെ കൊണ്ടാ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ കൊണ്ടുപോടാ, ഞാൻ ഒന്ന് കാണട്ടെ എന്ന് പറയണം. ഗോവിന്ദർ എന്നെ വെല്ലുവിളിക്കരുത്. ഇത്ര നാൾ ഇവളെ നോക്കാമെങ്കിൽ എനിക്കിനി നോക്കാൻ അറിയാന്ന് പറയണം. ഓ, ഒരു നോട്ടക്കാരൻ വന്നേക്കുന്നു. ദേ കൂടുതൽ നിന്ന് പറയിപ്പിക്കണ്ട, അവളുടെ കയ്യെന്ന് വിടാൻ പറയണം. കയ്യെന്ന് വിട്ടില്ലെങ്കിലോ? വിടാൻ പറഞ്ഞാൽ വിട്ടാൽ മതി എന്ന് പറഞ്ഞ് വിജയലക്ഷ്മി അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. ഗീതുവിന് എന്ത് ചെയ്യണം നിർത്തില്ല. ദൈവം ഇതുവരെ ആയിട്ടും അജാസൊക്കെ വന്നിട്ടില്ല. ഇത് എവിടെ പോയി ഇരിക്കുവാണ്? ധ്യാനെ കൂട്ടാൻ വേണ്ടി പോയിരിക്കുന്ന. ഒന്ന് പെട്ടെന്ന് വന്നാൽ മതിയായിരുന്നു. അല്ല പണിയല്ല ഇപ്പൊ പാളും. ഇവിടെ മിക്കവാറും നല്ല ഒന്നാന്തരം വഴക്ക് നടക്കും. ഇതിവിടെ നിന്ന് ഒളിഞ്ഞു നിന്ന് കാണാൻ ഓർത്ത് നിന്ന ഗീതുവിന് ആകെപ്പെടെ ടെൻഷനൊക്കെ ആകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് വിജയലക്ഷ്മി എന്നിട്ട് പറഞ്ഞു, നീ എന്ത് ധൈര്യത്തിലാണ് ഇവിടെ കൊണ്ടുപോകണമെന്ന് ചോദിക്കുകയാണ്. ഞാൻ ഇവിടെ കൊണ്ടുപോകും. ഇവൾക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമില്ലാന്ന്. അവള് നിൽക്കാൻ ഇഷ്ടമില്ലെന്ന് അവള് പറഞ്ഞില്ലല്ലോ. പെട്ടെന്ന് രഞ്ജുവിനോട് ചോദിച്ചു, രഞ്ജു സത്യം പറ, നീ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുകയാണ്. രഞ്ജു ഒന്നും മിണ്ടില്ല. നിന്നോട് രഞ്ജു ചോദിച്ചേ, നീ എന്റെ കൂടെ വരുന്നില്ലേന്ന് ചോദിക്കണം. അത് പിന്നെ ഗോവിന്ദേട്ടാ, അമ്മയുടെ കൂടെ ഞാൻ 2 ദിവസം നിന്നിട്ട്. അമ്മയുടെ കൂടെയോ? ഓഹോ, അപ്പൊ നിങ്ങളല്ലേ ഇപ്പൊ ഒരു കൈ ആയില്ലേ? ഞാൻ വെറും പുറമ്പോക്കായല്ലേ? അല്ല ഇത്രയും ദിവസം നിനക്ക് ഈ അമ്മയില്ലായിരുന്നല്ലോ, നിനക്ക് അമ്മേനെ വേണ്ടായിരുന്നല്ലോ, പെട്ടെന്ന് എന്താ നിനക്ക് ഈ അമ്മയോട് സ്നേഹം കൂടുതലാ? അതിന്റെ കാര്യം എന്താ? സത്യം പറ, എന്താ പ്രശ്നം എന്താന്ന് ചോദിക്കണം. പെട്ടെന്ന് രഞ്ജു പറഞ്ഞു, അല്ല ഗോവിന്ദേട്ടാ, നീ കൂടുതലൊന്നും പറയണ്ട, എനിക്ക് മനസ്സിലായി. എല്ലാരും കൂടി എന്നെ ചതിക്കുമായിരുന്നില്ലേ? എന്നാലും ഈ ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല രഞ്ജു. ഇനി ഒരിക്കലും പോലും നീ എന്റെ അടുത്തേക്ക് വന്നു പോയേക്കരുത്. നിന്നെ എനിക്ക് കാണണ്ടാന്ന് പറയണം. രഞ്ജു ആകെപ്പാടെ പെട്ടുപോയി. രഞ്ജുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സമയം അജാസിന്റെ മിസ് കോള് ഗീതുവിന്റെ ഫോണിലേക്ക് വരുവാണ്. അയ്യോ, അജാസിക്കയുടെ മിസ് കോള് വന്നു. ഇനി ഇപ്പൊ എന്ത് ചെയ്യും എന്റെ ഭഗവാനെ? എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്ത് കടന്നേ പറ്റുള്ളൂ. അപ്പൊ അതോടെ എങ്ങനെ ഊടുവഴി ചാടി കടന്നിട്ടാണെങ്കിലും പെട്ടെന്ന് പോയി
ആ ജാസിക്കയുടെ വണ്ടിയെ കയറണം. ഇന്ന് മാത്രമേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ താൻ ഈ വീട്ടിലാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി മൊത്തം പാളും. കാരണത്തിൽ ധ്യാൻ കാണും. ധ്യാനെ കൂട്ടിക്കൊണ്ട് താൻ വരുന്നതാണെന്നോ ഗോവിന്ദന് തോന്നാവുള്ളൂ. അങ്ങനെ ഗീതു നേരെ അവിടുന്ന് എസ്കേപ്പ് ആവാൻ നോക്കുന്നുണ്ട്. എന്ത് ചെയ്യാനെന്നടാ, ഫ്രണ്ടിലാണ് ഇവര് നിൽക്കുക. അപ്പൊ അകത്ത് കയറാത്തോണ്ട് ഗീതുവിന് പുറത്തിറങ്ങാനും പറ്റുന്നില്ല. ഗീതു എന്ത് ചെയ്യാ, അപ്പുറത്തൂടെ പോയി നോക്കിയപ്പോഴത്തേനും ഒരു മതിലെങ്കിൽ മതില് ചാടിക്കടക്കാം. ഇപ്പൊ നോക്കിയിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ ഗീതു പതുക്കെ മതിലേക്ക് വലിഞ്ഞേറി നോക്കിയപ്പോ താഴേക്ക് വലിയൊരു ചൈനയുടെ വൻമതില് പോലെ കിടക്കുക, വലിയൊരു ഒക്കെയാ. എന്റെ ഭഗവാനെ, ഇനി എന്ത് ചെയ്യും? ഇവിടെ നിന്നെങ്ങാനും താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ താൻ ഇപ്പൊ തന്നെ പരലോകത്തേക്ക് എത്തും. കൈയും കാലും ഒഴിയുക മാത്രമല്ല ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യും? ആകപ്പാടെ പെട്ടൊരവസ്ഥയെ. ഇപ്പൊ തന്നെ അജാസിക്ക് അവിടെ വന്ന് നിൽക്കും. താൻ ആ വണ്ടിക്കകത്ത് ഇറങ്ങിയില്ലെങ്കിൽ ആകപ്പാടെ പ്രശ്നമോ. താൻ ഈ വീടിനകത്ത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദന്റെ മനസ്സിലാവും താനാ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചെന്ന്. ഒരു കാരണവശാലും പാടില്ല. തന്റെ പ്ലാനുകളെല്ലാം പൊളിയും. അങ്ങനെ അവസാനം ഗീതു അജാസിനെ വിളിക്കുകയാണ്. അജാസിനെ വിളിച്ച, ഇക്കാൻ ഞാൻ പെട്ടിരിക്കുക, എനിക്ക് ഇവിടുന്ന് ചാടി വരാൻ പറ്റാത്തൊരവസ്ഥയില. ഗീതു നോക്ക്, എന്തേലും വഴിയുണ്ടോ നോക്ക്. ഊടുവഴി എന്തേലും അതിലൂടെ ചാടി വരാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് ചാടി വരാൻ പറയണം. അങ്ങനെ ഒരു വിധത്തിൽ ഗീതു എന്ത് ചെയ്യാണ്, അപ്പുറത്തെ ഒരു സൈഡിൽ കൂടെ ഒരു ഗ്യാപ്പ് കിട്ടി, ഒരു ചെറിയ ഇത് കിട്ടി കഴിഞ്ഞപ്പോ ആ ചെറിയ മതിൽ ചാടിക്കിടന്ന് ഗീതു അപ്പുറത്ത് ചെല്ലുവാണ്. അങ്ങനെ നേരെ ചെന്ന് കാറിലേക്ക് കയറുവാണ്. ഈ സമയം കാറിനകത്ത് ധ്യാനം ഉണ്ടായിരുന്നു. ഇതിൽ എന്തായി കാര്യങ്ങള്, നമ്മുടെ പ്ലാനൊക്കെ വിജയിച്ചോന്ന് ചോദിക്കണം. എവിടെ വിജയിക്കുമെന്ന് പറയാൻ ആയിട്ടില്ല. ആണ്ട് അവിടെ നല്ല പൊരിഞ്ഞ അംഗം നടന്നുകൊണ്ടിരിക്കുക. ഇത്ര സമയം എന്താ ലേറ്റ് ആയെന്ന് ചോദിക്കണം. അത് വരുന്ന വഴിക്ക് കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ടാ. ഇപ്പൊ എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഒട്ടുമിക്കവാറും ഇന്ന് അവിടെ നല്ലൊരു വഴക്ക് നടക്കാൻ ചാൻസ് ഉണ്ട്. രഞ്ജുവിനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ടാ ഗോവിന്ദേട്ടൻ വന്നിരിക്കുന്നേ. രഞ്ജുവിനെ വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് വിജയലക്ഷ്മി അമ്മ നിൽക്കുന്നുണ്ട്. എന്തേലുമൊക്കെ നടക്കൂന്ന് പറയണം. ഈ സമയത്ത് രഞ്ജുവിനോട് പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി നീ നിന്റെ ഏട്ടനാന്ന് പറഞ്ഞുകൊണ്ട് അറയ്ക്കൽ വീട്ടിലേക്ക് വന്നേക്കരുത്. ഇനിയിപ്പം നിനക്ക് ഇവിടെ താമസിക്കാം എന്ന് പറയാൻ. ഗോവിന്ദേട്ടൻ, ഞാൻ വരുവാണെങ്കിൽ ഇപ്പൊ നീ എൻ്റെ കൂടെ വന്നോണം. പക്ഷെ ഇല്ലെങ്കിൽ പിന്നെ നിന്റെ ഏട്ടനാന്ന് പറഞ്ഞ് ഒരു കാരണവശാലും നീ എൻ്റെ ഒപ്പം വരില്ലെന്ന് പറയണം. രഞ്ജു ദയനീയമായിട്ട് വിജയലക്ഷ്മിനെ നോക്കുക. വിജയലക്ഷ്മി പറഞ്ഞു, നീ അങ്ങനെ അങ്ങ് പറഞ്ഞിട്ട് പോകാൻ പറ്റാ ഗോവിന്ദ. നീ എൻ്റെ മകനാണ്, അതുപോലെ തന്നെ ഇവളും എൻ്റെ മകളാണ്. നിനക്ക് ഇവളുടെ എങ്ങനെ അവകാശമുണ്ടോ അതുപോലെ തന്നെ എനിക്കും അവകാശമുണ്ട്. ഇങ്ങനെ ഇവളെ അങ്ങനെ വേദനിപ്പിച്ചുകൊണ്ട് നിനക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ഗോവിന്ദൊന്ന് പതറി. കാരണം രഞ്ജുവിന് മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കാരണവശാലും ഗോവിന്ദന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. രഞ്ജുവിന് ഇപ്പൊ അവളുടെ അമ്മയുടെ നിൽക്കാൻ ആഗ്രഹമെങ്കിൽ താൻ ബലമായിട്ട് കൊണ്ടുവരുന്നത് അത് ശരിയാകുമോ? പക്ഷെ ഗോവിന്ദന്റെ ഈഗോ അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. ഈ സമയത്ത് ഗോവിന്ദ് നോക്കുമ്പോഴത്തേനും കാറിന്റെ ഒരു ഓണടി കേട്ടു. പെട്ടെന്ന് നോക്കിക്കഴിയുമ്പോഴത്തേനും അജാസും ഗീതുവും കൂടെ വരുന്നുണ്ട്. ഗോവിന്ദിനുള്ള ദേഷ്യം മൊത്തം ഗീതുവിനോട് തീർക്കാനായിട്ട് അങ്ങ് തിരിയുവാണ്. കാരണം അവള് കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായേക്കുന്നത്. അവളെ ഇങ്ങോട്ട് രഞ്ജുവിനെ കൊണ്ടുവന്ന് ആക്കിയേക്കുന്നത്. അവള് പറഞ്ഞിട്ടായിരിക്കും ഇങ്ങോട്ട് വന്നത് തന്നെ. അങ്ങനെ കാറ് വന്ന് നിർത്തി ഗീതു ഇറങ്ങിയപ്പോഴത്തേനും പെട്ടെന്ന് ഗോവിന്ദ് അങ്ങോട്ട് ചോദിച്ചു, നീയാണോടി ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു ഗീതുവിന്റെ നേരെ തിരിയുവാണ്. പെട്ടെന്ന് തിരിച്ച്, എന്താ ഗോവിന്ദേട്ടാ, അല്ല രഞ്ജുവിനെ ഇവിടെ കൊണ്ടുവന്നാക്കി നീയാണെന്ന് ചോദിക്കണം. അല്ല, അത് പിന്നെ ഞാന് ഈ സമയത്താണ് കാറിനകത്തുനിന്ന് ധ്യാനം ഇറങ്ങണേ. ധ്യാനെ കണ്ട് ഒരു നിമിഷം ഗോവിന്ദ് ഒന്ന് അമ്പരന്ന് പോയി. ഒരിക്കലും ധ്യാനം വരുമെന്ന് ഒരു കാരണവശാലും ഗോവിന്ദ് പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നു. പെട്ടെന്ന് ധ്യാനം ഗോവിന്ദിന്റെ അടുത്തേക്ക് വരിക. ഒരു നിമിഷം ഗോവിന്ദ് ധ്യാനെ തന്നെ നോക്കിയിരുന്നു. ധ്യാൻ കാനഡയ്ക്ക് പോകാനായിട്ട് വിസയൊക്കെ ശരിയാക്കി തന്നെ ധ്യാനെ കാണാനും കൂട്ടിക്കൊണ്ട് വരാനും വേണ്ടിയിട്ടാണ്. പക്ഷെ ഈ സമയത്ത് കൃത്യസമയത്ത് തന്നെ അവനെയും കൂട്ടിക്കൊണ്ട് ഗീത് വന്നേക്കുന്നു. ഒരു നിമിഷം ഗോവിന്ദ് അമ്പരന്ന് പോയി. അത്ര സമയം ഉണ്ടായി അവിടെ നടന്ന വഴക്കുകളൊക്കെ ഗോവിന്ദ് മനസ്സിൽ നിന്ന് പാടേ പോയി. രഞ്ജുവിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദാണ്. അപ്പൊ ഗോവിന്ദല്ല, ധ്യാനാണ്. കൃത്യസമയത്ത് തന്നെ ധ്യാൻ വന്നിരിക്കുന്നു. പെട്ടെന്ന് തന്നെ ധ്യാന ഗോവിന്ദന്റെ അരിയിലേക്ക് വരുവാണ്. ഈ കാഴ്ച കണ്ടപ്പോൾ ഗോവിന്ദൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരവസ്ഥ ഗോവിന്ദ് നിൽക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ഇനിയിപ്പം വിജയലക്ഷ്മിയുടെ അടുത്ത് ഗോവിന്ദ് രഞ്ജുവിനെ നിർത്തിയിട്ട് പോവോ അതോ ധ്യാനം വന്നിട്ട് അവരെല്ലാം കോംപ്രമൈസ് ആക്കുമെന്നൊക്കെ അറിയത്തില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാ, ഗോവിന്ദന് ഗീതുവിനോടുള്ള ഇഷ്ടം കൂടത്തുള്ളൂ. ഗോവിന്ദൻ മനസ്സിലാവും താൻ മനസ്സിൽ കാണുമ്പോൾ അവള് മാനത്ത് കാണുന്നുള്ള കാര്യം. താൻ ധ്യാനിനെ കുറിച്ച് ചിന്തിച്ചപ്പോ തന്നെ അവള് ധ്യാനിനെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. അതിനർത്ഥം തന്റെ മനസ്സ് അവൾ അറിയുന്നുണ്ട്. തന്നോട് അവൾക്ക് പ്രണയം ഉണ്ടെന്നൊക്കെ ഗോവിന്ദ് തിരിച്ചറിയുകയാണ്. പിന്നീട് ഗീതുവിനോട് ഗോവിന്ദന് സ്നേഹം കൂടുന്നുണ്ട്. അപ്പൊ അതിന്റെ നല്ല വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.